അപ്പൊ ഇത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. അത്ഭുതമാണ്, നിങ്ങൾക്ക് വളരെ അതിശയോക്തിയാകും ഇത് തേക്കുമ്പോൾ. കാരണം ഇത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഉത്തമമാണ് കേട്ടോ. നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കുറച്ച് പേരെ വിളിച്ചു പറഞ്ഞു മുടി കൊഴിച്ചില്, അവരുടെ നല്ല മുടി കൊഴിച്ചിലായിരുന്നു, അതിനൊക്കെ ആശ്വാസം കിട്ടി, ഇപ്പൊ മുടി കൊഴിച്ചിൽ കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു. ചിലവർക്ക് മുടി കൊഴിച്ചിൽ നിന്നു കേട്ടോ, പൂർണ്ണമായിട്ടും നിന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് കൊണ്ടിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ശരിയായത്. ഏകദേശം ഒരു കുട്ടി പറഞ്ഞു രണ്ടാഴ്ച എടുത്തുള്ളൂ ടിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിനു മുമ്പ് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കുകയും ചെയ്തു, ടിപ്സ് എൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചു സംസാരിച്ചു. അപ്പോൾ ഉള്ള ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ മാറ്റി കൊടുത്തു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇത് മാറി തേച്ചപ്പോൾ ആണ് എന്നെ അത് കഴിഞ്ഞിട്ടാണ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2 ആഴ്ച ഞാൻ ഈ പാക്കും കാര്യങ്ങളൊക്കെ തേച്ചു, എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നിന്നു. പിന്നെ മറ്റേത് കോമ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് മുടി പോയിക്കൊണ്ടിരുന്നിരുന്നു, അതിനൊക്കെ ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇപ്പൊ കുറച്ച് പേരായി എന്നോട് പറയണം മുടി കൊഴിച്ചിൽ പണ്ടത്തെ പോലെ ഇല്ലൊക്കെ നിന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ അധികം ചെലവില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ടത് പാക്കൊക്കെ ചെയ്യുക, കൂടാതെ ഈവനിങ് ടൈമിൽ മുടി കെട്ടിവെക്കണം. മുടി പറ്റുമെങ്കിൽ പിന്നിട്ട് കെട്ടിവെക്കാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങളുടെ മുടി ഒരു ദിവസം പോകുന്നത് വെറുതെ ഒന്ന് എണ്ണി നോക്കിക്കോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈവനിങ് ടൈമിൽ മുടി കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് എണ്ണി നോക്കൂ, എന്തായാലും അതിൽ മാറ്റം ഉണ്ടാവും. മുടി നമ്മൾ വിടുത്തിയിട്ട് കെട്ടി വെച്ച് കഴിയുമ്പോൾ മുടി കൊഴിച്ചിലും താനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കും കാര്യങ്ങളും കൂടി ആകുമ്പോഴോ ഈ പോയ മുടിക്കൊക്കെ പകരം നല്ല നല്ല മുടി, ഹെൽത്തി ആയിട്ടുള്ള മുടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് മുടി കൊഴിച്ചിലുണ്ട്, മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഇന്നൊരു പ്രത്യേക എണ്ണ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രത്യേക തരം എണ്ണയാണത്. അപ്പൊ അത് നിങ്ങൾ കാച്ചിയെടുക്കേണ്ടതാണ് കേട്ടോ. പറഞ്ഞുതരാം എന്താന്ന്. ഞാൻ കടുകെണ്ണയെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കടുകെണ്ണ തേക്കുന്നത് അല്ലേ, കടുകെണ്ണയും നമുക്ക് ഒലിവ് ഓയിലായിട്ട് മിക്സ് ചെയ്ത് തേക്കാം, കടുകെണ്ണയും ആവണക്കെണ്ണയായിട്ട് മിക്സ് ചെയ്ത് തേക്കാം. അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതല്ലേ, ഇത് തേക്കാമോ എന്ന് സംശയം ഉണ്ടാവാം നിങ്ങൾക്ക്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല വിറ്റാമിനും പ്രോട്ടീനും ആയിട്ടുള്ള സംഭവമാണ് ഈ കടുകെണ്ണയിലൊക്കെ ഉള്ളത് കേട്ടോ. നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിന് കുറച്ച് കൊഴുപ്പ് കൂടും, അപ്പോൾ വേറെ ഏതെങ്കിലും ഇതായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് കടുകെണ്ണയാണ് കേട്ടോ. കടുകെണ്ണ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ ഇതാണ് കേട്ടോ, കടുകെണ്ണ. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടുകെണ്ണയുടെ കൂടെ നമ്മൾ ഉലുവ, ഫെനുഗ്രീക്ക് അത് ഇട്ട് കുറച്ചൊരു 10-15 മിനിറ്റ് നമ്മൾ ഒന്ന് ചൂടായിക്കൊണ്ടേയിരിക്കാം. ലോ ഹീറ്റിൽ ചൂടായിക്കൊണ്ടേയിരിക്കാം കേട്ടോ. ഇങ്ങനെ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിന് ഏകദേശം നമ്മുടെ ഉലുവ അറിയാലോ, ഉലുവയ്ക്ക് നേരിയ ബ്രൗൺ കളർ വരും. അപ്പൊ നമുക്കത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തേക്കുന്ന സമയത്ത് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കാം അതിൽ കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സൂളിന്റെ ഓയിലാണ്, അത് പൊട്ടിച്ചിട്ട് നമ്മൾ തേക്കുമ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ എന്തോരം എടുക്കണോ അതിലേക്ക് വേണം കേട്ടോ നമ്മൾ ഈ വിറ്റാമിൻ ഇ ഓയിലിട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഇതിലേക്ക് നമ്മൾ ഈ കടുകെണ്ണയിൽ, അതായത് ഇതിന്റെ അളവെന്ന് പറയുന്നത് ഒരു കപ്പിന് നമുക്ക് 3 സ്പൂൺ വരെ ഫെനുഗ്രീക്ക് ഇടാം, അതാണ് അളവ്. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചൂടാക്കാനായിട്ട്. ചൂടാക്കി കഴിഞ്ഞ് വരുമ്പോൾ ഈ ഫെനുഗ്രീക്ക്, നമ്മുടെ ഉലുവ ചെറിയ രീതിയിൽ ബ്രൗൺ കളറായിട്ട് വരും. അതുവരെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് തണുത്തിട്ടാണല്ലോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യാൻ എന്തോരം എടുക്കുന്നോ ആ സമയത്ത് മാത്രം നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കുക
കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. അത്ഭുതമാണ്, നിങ്ങൾക്ക് വളരെ അതിശയോക്തിയാകും ഇത് തേക്കുമ്പോൾ. കാരണം ഇത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഉത്തമമാണ് കേട്ടോ. ഇതില് ഈ ഉലുവയിലും അതുപോലെ തന്നെ ഈ കടുകെണ്ണയിലുള്ള വിറ്റാമിൻ ഇ, പിന്നെ വിറ്റാമിൻ ഇയും എല്ലാം കൂടിയിട്ടുള്ള വളരെയധികം പ്രോട്ടീൻ കൂടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ പ്രൊമോട്ട് ചെയ്യും ഗ്രോത്തിന്. പിന്നെ സ്കാൽപ്പിലുള്ള പിന്നെ ചൊറിച്ചിൽ കാര്യങ്ങൾ മാറ്റും, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും, മുടി കൊഴിച്ചിൽ മാറ്റും കേട്ടോ, ഡാൻഡ്രഫ് ഇല്ലാതെയാക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു മുടി വളരും നിങ്ങൾക്ക് കേട്ടോ, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. അത്ഭുതമായിരിക്കും ഈ എണ്ണ നിങ്ങൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു കപ്പിന് 3 സ്പൂൺ ഫെനിഗ്രീക്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു കപ്പ് വേണമെങ്കിൽ ഒരു കപ്പ് നിങ്ങൾക്ക് കാച്ചി വെക്കാം. അതല്ല നിങ്ങൾക്ക് അല്പം മതിയെങ്കിൽ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് കുറച്ചെടുക്കുക, എടുത്തിട്ട് അതിലേക്ക് നമുക്കറിയാമല്ലോ, ഏകദേശം അളവ് അറിയാലോ, ആ അളവിൽ ഫെനുഗ്രീക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്കുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ല 2 ദിവസത്തേക്ക് വേണമെങ്കിൽ അത്രയും കുറച്ചെടുക്കാം. ഒരു 3-4 സ്പൂൺ എണ്ണയിൽ 1 സ്പൂൺ ഫെനുഗ്രീക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് തേക്കാൻ നേരത്ത് വേണം വിറ്റാമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഈ ഉലുവ കുതിർത്തിയ വെള്ളം തേക്കാം കേട്ടോ. അല്ലെങ്കിൽ ജെല്ലായിട്ട് എടുക്കാം, ഉലുവ കുതിർത്തി ജെല്ലായിട്ട് എടുക്കാം. അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം, അതായത് എണ്ണ തേക്കുന്ന ദിവസം മുടിയില തലോട്ടിലൊക്കെ ആ എണ്ണ ഉണ്ടാവും. പിറ്റേ ദിവസം നിങ്ങൾ ആ എണ്ണ ഇതുപോലെയുള്ള ഉലുവ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓവറായിട്ടുള്ള എണ്ണമെഴുക്കെല്ലാം മാറും അതുവരെ. ഇനിയിപ്പോൾ സാധാരണ ഞാൻ തേക്കുന്നത് ഓവർനൈറ്റ് തേച്ച് വയ്ക്കും. എനിക്കത് പ്രോബ്ലം ഇല്ലാത്ത കാരണമാണ് കേട്ടോ. ഇനി എണ്ണകൾ മാറി മാറി തേക്കുമ്പോൾ പ്രശ്നമുള്ളവർ അധികം എടുക്കരുത്. നിങ്ങൾ എടുത്ത് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നെറുകയിൽ ആദ്യം തേക്കരുത് കേട്ടോ. മുടിയിൽ സൈഡിലും തലോട്ടിലെ സൈഡിലും കൂടുതലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക. പെട്ടെന്ന് നമ്മൾ ഒരുപാട് എടുത്ത് നെറുകയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നീർപ്പിടുത്തം ഉണ്ടാകും, കോൾഡ് ഉണ്ടാകും, ചിലപ്പോൾ ചിലവർക്ക് പിടിക്കാതെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എണ്ണകൾ മാറി തേക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ചിലവർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒരുപാട് തേക്കണ്ട, കുറച്ചായിട്ട് തേച്ച് അളവ് കൂട്ടിയാൽ മതി കേട്ടോ. ആദ്യം കുറച്ചെടുത്ത് തേക്കാം. നമ്മൾ വിരലിൽ ഇങ്ങനെ മുക്കിയിട്ട് തലകൊട്ടിയിലൊക്കെ തേക്കാം. നെറുകിൽ ആദ്യം തേക്കരുത് കേട്ടോ. എന്നിട്ട് ഇപ്പൊ നമ്മളൊരു 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് മതി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തേക്കുന്ന സമയത്ത് കുറച്ച് അളവ് കൂട്ടാം. രാസ്നാദി പൊടി നിർബന്ധമായിട്ടും തേച്ചോളൂ കേട്ടോ. ഇങ്ങനെ മാറി മാറി തേക്കുമ്പോൾ പെട്ടെന്ന് ഏത് എണ്ണയാണെങ്കിലും നമ്മൾ പുതിയതായിട്ട് തേക്കുമ്പോൾ ആദ്യം നെറുകയിൽ തേക്കരുത് കേട്ടോ. നെറുകയിൽ തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. ഞാനിത് ഇന്നലെ നീലിബ്രിങ്ങാതിയുടെ എണ്ണ തേച്ചതാണ് കേട്ടോ. നീലിബ്രിങ്ങാതി എണ്ണ തേച്ച് ഓവർനൈറ്റ് വെച്ചിട്ട് ഇന്ന് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. മിക്കവാറും എണ്ണകൾ ഓവർനൈറ്റ് ഞാൻ തേച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ട്, കാണുന്നവർക്ക് കാണാം കേട്ടോ. നീലിബ്രിങ്ങാതിയെ കുറിച്ചിട്ടുള്ളത് ലോങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ എണ്ണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് കാച്ചുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ഏകദേശം ഒരു 4 സ്പൂൺ കണക്കാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. കടുകെണ്ണ ഇതിലേക്ക് ഞാനൊരു 1 സ്പൂൺ ആണ് ഫെനിഗ്രീക്ക് കേട്ടോ, ഉലുവ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ചൂടായി വരുമ്പോൾ ബ്രൗൺ കളറാവും ഉലുവ. അതുവരെ ഒന്ന് ചൂടാക്കാം കേട്ടോ.
പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഒന്ന് ചൂടാക്കാൻ. ഇതുപോലെ പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ. ഉലുവെല്ലാം പൊട്ടി പൊട്ടി അതിനകത്തേക്ക് വരും. എന്നിട്ട് ഇത് നമ്മളൊന്ന് ഓഫ് ചെയ്യും. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വയ്ക്കാം. ഇതാണ് കേട്ടോ നമ്മൾ ഉലുവ ഇട്ട് കാച്ചിയ കടുകെണ്ണ. ഇത് അരിച്ചെടുത്തു കേട്ടോ, അരിപ്പയിൽ അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഈ കടുകെണ്ണയിലേക്ക് നമുക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. തേക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം, അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഈ ഉലുവ ഇട്ടിങ്ങനെ കാച്ചുമ്പോൾ ഉണ്ടല്ലോ എന്ത് വാസനയാണെന്നറിയോ. ഇടയ്ക്കിടയ്ക്ക് ഈ ഉലുവ പൊട്ടും കേട്ടോ. പൊട്ടിക്കഴിയുമ്പോൾ പാകമായി എന്നാണ് അർത്ഥം കേട്ടോ. അത് അങ്ങനെ കാച്ചി വരുമ്പോഴേ നല്ല വാസനയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് തലോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ ആദ്യമായിട്ട് തേക്കുന്നവർ ഒരിക്കൽ കൂടി പറയുന്നു, നെറുകയിൽ ആദ്യം തേക്കരുത് കേട്ടോ. പിന്നെ വയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ വേണം തേക്കാൻ, ഇങ്ങനെ ആദ്യമായിട്ട് തേക്കുന്നവർ കേട്ടോ. അല്ലാത്തവർ തലോട്ടിലൊക്കെ തേച്ച് ഈ എണ്ണ കുഴപ്പമില്ല, മാറി മാറി തേക്കുമ്പോൾ ചിലർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ തേക്കാം കേട്ടോ. ഇപ്പം മാറ്റി മാറ്റി ഇതുപോലെ നെറ്റിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. നെറ്റിയിൽ തേച്ച് പിടിപ്പിക്കാം, തലമുട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പം ഇന്നലെ ഒരു എണ്ണ ഞാൻ തേച്ചു, നീലപ്പരിങ്ങാതി. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഉലുവയുടെ കേട്ടോ. ഇത് ഓവർനൈറ്റാണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നൊന്നും പാക്ക് ഇട്ടില്ല കേട്ടോ. ഈ എണ്ണ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇന്നലെ ഈ നീലപ്പരിങ്ങാതിയുടെ തേച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഈ കടുകെണ്ണ ഉലുവയിട്ടത് തേച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് കെട്ടി വെക്കും കേട്ടോ. രാത്രി കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കാൻ പറഞ്ഞല്ലോ, ആവണക്കെണ്ണ ഇട്ടിട്ട്. അതാണ് കേട്ടോ, അങ്ങനെ കുതിർത്തി വെച്ചതാണ് ഇത്. അപ്പോൾ നാളെ തേക്കാൻ പോകുന്ന പാക്ക് ഇതാണ് കേട്ടോ. ഈ കുതിർത്തി വെച്ച ഉലുവ നമ്മൾ കോട്ടൺ തുണിയിൽ അരിച്ച് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ജെല്ലായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് ഈ ജെല്ല് നാളെ തലയിൽ തേക്കും കേട്ടോ. ഈ ജെല്ല് തലയിൽ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ ഓവറായിട്ടുള്ള ഇപ്പോൾ 2 ദിവസത്തെ എണ്ണയുണ്ടല്ലോ അത് പോകും കേട്ടോ. ഷാമ്പു സോപ്പൊന്നും വേണ്ട. നമുക്ക് ഇതുപോലെ ഉലുവ കുതിർത്തി ഇട്ട് വെച്ച 2 ദിവസമാകുമ്പോൾ നല്ല ജെല്ല് കിട്ടും. നാളത്തേക്ക് നല്ല കട്ടിയിൽ കിട്ടും ജെല്ല്. എന്നിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടായിരിക്കും തലമുടിയിലും തലോട്ടിലും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതും വേണമെങ്കിൽ അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ 2 ദിവസത്തെ എണ്ണയെ നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ അപ്പോൾ എന്നോട് ചോദിച്ചു ഡെയിലി പാക്ക് തേക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഡെയിലി പാക്ക് തേക്കണമെന്നില്ല. കാരണം നമുക്ക് മറ്റുള്ള ജെല്ലായിട്ടും അതുപോലെ എണ്ണകളൊക്കെ ആയിട്ട് മാറി മാറി തേക്കാമല്ലോ. അപ്പോൾ ഡെയിലി ആയുർവേദ പൊടി ഉപയോഗിക്കണം എന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ എണ്ണയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മാറി. ഇപ്പോൾ തലേ ദിവസം എണ്ണ തേച്ചു, പിറ്റേ ദിവസം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുന്നേ ഉള്ളൂ. അന്ന് പാക്കൊന്നും ഇടുന്നില്ല. പിന്നെ ഇന്നിപ്പോൾ ഇതുപോലെ ഈ എണ്ണ തേച്ചു. അപ്പോൾ നമ്മൾ നാളെയാണ് ഇത് വാഷ് ചെയ്ത് കളയാൻ പോകുന്നത്. മറ്റേ ഏതാണെന്നറിയോ, ഈ ഫെനുഗ്രീക്ക് 2 ദിവസം കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ജെല്ലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ പരിചയമില്ലാത്തവർ തേക്കുമ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ രാസനാദിപ്പൊടി നിറയെ തിരുമാം കേട്ടോ. അപ്പം ഞാനിതിപ്പം എനിക്ക് കുഴപ്പമില്ല, ഏത് എണ്ണയും ഞാൻ മാറി മാറി തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഓവർനൈറ്റ് തേച്ച് മുടി പിന്നിട്ട് കിടക്കും. നാളെയാണ് വാഷ് ചെയ്ത് കളയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ മാറി മാറി തേക്കാം. അപ്പം എണ്ണകൾ മാറി തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം കുറച്ചളവ് തേക്കാം, പിന്നെ കൂട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ.
കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി വളരും, ഡാൻഡ്രഫ് ഉണ്ടാവില്ല. ഇതുപോലെ സ്കാൽപ്പ് ഹെൽത്തി ആവും, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. നല്ല ഒന്നാം തരം അത്ഭുതകരമായ എണ്ണയാണ് കേട്ടോ ഇത്. അപ്പം ഇതെന്തായാലും നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ, എണ്ണ കാച്ചുന്നത് കണ്ടല്ലോ നമ്മൾ ഉലുവയിൽ. ഉലുവ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആയുർവേദ ശരിക്കും ഒരു ആയുർവേദിക് എണ്ണ എന്ന് തന്നെ നമുക്കിത് പറയാം, ഈ ഉലുവ ചേർത്ത എണ്ണ കേട്ടോ. ഇത് ഉപയോഗിക്കുക, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.